നമുക്കൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. കഴിക്കാൻ മാത്രമല്ല, റംബൂട്ടാൻ തോട്ടം കാണാനും നല്ല രസമാണ്. ഞാനിപ്പോൾ ഇടുക്കി കുടയത്തൂരിലാണുള്ളത്. ഇവിടെ അധ്യാപക ദമ്പതികളായിട്ടുള്ള രാജു സാറും അജിത ടീച്ചറും നോക്കി നടത്തുന്ന ഒരു തോട്ടമാണ്. അവരുടെ ഉടമസ്ഥയിലുള്ള തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജോലി ഇന്ന് വിരമിച്ച ശേഷം റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയാനുള്ള ഒരു കാര്യം. സാധാരണഗതിയിൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്താ എന്ന ആൾക്കാർക്കൊരു ചിന്തയുണ്ട്. ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിചാരമില്ലായിരുന്നു. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു, ഇത് കഴിയുമ്പോൾ കൃഷിയാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളാദ്യം ജാതി തൈ വെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം അതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരിക്കലൊരു റംബൂട്ടാൻ പഴയ ഒരു നാടൻ മരം തന്നു. അതിങ്ങനെ കായ്ച്ചപ്പോഴത്തേക്കും റോഡിൽ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ കച്ചവടക്കാർ അവർ കണ്ടപ്പം അവർ ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം കായ്ച്ചതായതുകൊണ്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒരു ശിഖരമായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണമായിട്ടാണെങ്കിലും മേടിച്ചോളാം. അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് തോന്നി ഇത് നല്ല ഒരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഴമാണെന്ന് മനസ്സിലാക്കുകയും ജാതി എന്നുള്ള ഇത് മാറ്റിയിട്ട് അവിടെ മുഴുവൻ ഇങ്ങനെ റംബൂട്ടാൻ വെക്കാൻ തീരുമാനിച്ചു. കൃഷിയിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലവും വളരെ മനോഹരമാണ്. അത്തരത്തിലൊരു സ്ഥലവും കൂടി തിരഞ്ഞെടുക്കാനുണ്ടായത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ റംബൂട്ടാൻ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം വേണം. അതുപോലെ തന്നെ നന്നായിട്ട് ജലസേചനം നടത്താനുള്ള സൗകര്യം വേണം. അപ്പം ഞങ്ങളുടെ ഈ രണ്ട് സ്ഥലങ്ങളും ഈ ഡാമിനോട് രണ്ട് വശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വെള്ളം ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്പം ചെരിവുള്ള സ്ഥലമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏറ്റവും നല്ലത്. ചെരിവുള്ള സ്ഥലമാണെങ്കിൽ ഇത് വലയിടാനും ഇത് വാങ്ങിക്കുന്ന ആളുകൾ ഇത് മൊത്തം അടങ്കൽ കൊടുക്കുകയാണ്, അവരാണ് വലയൊക്കെ ഇടുന്നത്. എന്നിരുന്നാൽ പോലും അവർക്ക് അതിനൊക്കെ എളുപ്പമുണ്ട്. വിപണി എങ്ങനെയാണ് നിലവിൽ? കൊല്ലമൊക്കെ ആണെങ്കിൽ പൂവാകുന്നതിന് മുമ്പ് തന്നെ ഇത് അടങ്കൽ കച്ചവടം നടത്തുക. അപ്പം കച്ചവടം ചെയ്ത് അഡ്വാൻസ് തന്നവർ വാങ്ങിക്കഴിഞ്ഞാൽ അവരാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് നനയ്ക്കുകയും വളവിടുകയും ചെയ്യുന്നത് നമ്മളായിരുന്നു. അത് നമ്മൾ ചെയ്താൽ കറക്റ്റ് ആവുള്ളൂ. ഇപ്പം കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം കച്ചവടക്കാർ വരുന്നുണ്ട്. കൃഷി ചെയ്ത് ശരിക്കും ഈ വിളവുകളൊക്കെ ഉണ്ടാകുമ്പം അത് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് വളർന്നു വരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം ഓരോ ദിവസവും നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ കൂടെ കന്നുകാലികളും അതും നമുക്ക് നല്ലൊരു ഉന്മേഷദായകമാണ്. ആയിരങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ അധ്യാപക ദമ്പതികളായ രാജു സാറും അജിത ടീച്ചറും ഇപ്പോൾ കൃഷിയുടെ പാഠം കൂടി പൊതുസമൂഹത്തിന് പകർന്നു നൽകുകയാണ്. ഈ പാഠം ഒരുപാട് പേർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കാർഷിക മാതൃകയായി മാറട്ടെ. കുടയത്തൂരിൽ നിന്നും നന്ദുഷ, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.